ആദ്യമായിട്ട് ഒരുപാട് സന്തോഷം. ഒത്തിരി വർഷമായിട്ട് ഇവിടെ ഉണ്ട്, പക്ഷെ ഇതുവരെ ഇടാൻ സാധിച്ചിട്ടില്ല. ഓരോ കാരണം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മുടങ്ങി പോവാറ്. പക്ഷെ ഈ പ്രാവശ്യം ദേവി അനുഗ്രഹിച്ച് കറക്റ്റായിട്ട് വന്നു. എന്താണ് അമൃത കുറെ വർഷമായിട്ട് ഇടുന്നതാണ്. അപ്പൊ എനിക്ക് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാനും എല്ലാത്തിനും അമൃത കൂടി ഉണ്ട്. 2 ദിവസം മുന്നേ ഞാൻ വന്നു, ഇന്നലെ വന്നിട്ട് എല്ലാം വന്ന് സെറ്റ് ചെയ്തു. ഇന്നിപ്പോ ദേവാനുഗ്രഹിച്ച് എല്ലാം കറക്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അയ്യോ, ആഗ്രഹത്തിന് പുറത്തുനിന്നല്ല. ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പൊങ്കാല ഇടുന്നേ ഉള്ളൂ. ദേവി അനുഗ്രഹിച്ച് നമുക്ക് അതെല്ലാം സാധിക്കും എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവരും പൊങ്കാല ഇടുന്ന എല്ലാവർക്കും ചെറിയ ചെറിയ ആയാലും വലുതായിട്ടും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും. സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വർഷവും ഇതുപോലെ തന്നെ എല്ലാം ഒത്തു വന്ന് ഇടാൻ പറ്റട്ടെ എന്ന്. അയ്യോ, ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ആക്ച്വലി ഇപ്പൊ എന്റെ ഇവിടെ തൃശ്ശൂരാണ്. അവിടുന്ന് കുറച്ചല്ല, ഒരു 100-300 കിലോമീറ്റർ ഉള്ളൂ എന്നിരിക്കാം. പക്ഷെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സങ്കടമാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് എനിക്ക് ഇപ്പോഴാണ് ഇടാൻ സാധിച്ചത്. പക്ഷെ ഇവരൊക്കെ എല്ലാ വർഷം വരുന്നത്, അങ്ങനെ കാസർഗോഡ് നിന്നൊക്കെ എന്നും വരുന്നത്, എല്ലാ വർഷം വരുന്ന. അപ്പൊ അവരൊക്കെ നമ്മളെ കണ്ടിട്ട് ഓടി വന്ന് നമ്മളോട് ഫോട്ടോ എടുക്കുന്നു, നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. നമ്മുടെ ഇപ്പൊ എന്റെ സീരിയലിന്റെ പേര് പൂജ എന്നാണ്. അപ്പൊ ആ ക്യാരക്ടറിന്റെ പേര് ചെറുതായിട്ടൊന്നും മാറി അനുമോൾ എന്നായി. ഒന്നുമില്ല, അതിൽ കഥയിൽ വന്നൊരു മാറ്റങ്ങളാണ്. അപ്പൊ അവരെന്നെ സ്നേഹത്തോടെ അനുമോൾ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ശരിക്കും അവരുടെ മോളായിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പൊ ഇത്രയും തിരക്കിന്റെ ഇടയ്ക്ക് അവർ ഓടി വന്ന് നമ്മളെ വന്ന് മീറ്റ് ചെയ്ത് നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മളോട് എന്തോരം സ്നേഹം ഉണ്ടാവും നമ്മൾ വിചാരിക്കണമല്ലോ. പോലീസ്